3, 2, 1, start. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹാമ്പേഴ്സിൻ്റെ വീഡിയോസോ ടിപ്സോ കാര്യങ്ങളൊന്നും ആയിട്ടല്ല, നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകുന്നതിൻ്റെ ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഫേസ്റ്റ് വ്ളോഗാണ് ഞാൻ യൂട്യൂബിൽ ഇടാൻ പോകുന്നത്. സോ എനിക്കറിയുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ. സോ വാച്ച് ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം. സോ നമ്മൾ ഫാമിലി ആയിട്ട് പോകാൻ പോകുന്നത് മൂന്നാറിൽ വട്ടവടയിലേക്കാണ്. അവിടെ തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി ലൈക്ക് ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. ഡ്രീം വാലി എന്നാണ് റിസോർട്ടിൻ്റെ പേര് വന്നിട്ടുള്ളത്. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്രാവശ്യത്തെ ട്രിപ്പ് പോകുന്നത്. അതിൻ്റെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. അപ്പം നമ്മൾ ഏർലി മോർണിംഗ് ഒരു 5 AM ഒക്കെ ആയപ്പം തന്നെ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിങ്ങനെ നേരെ മൂന്നാറിലേക്ക് പോവാണ്. Let's go, Bara. Let's go. Are you ready, Jackie? Are you ready? Come on, guys. Well, Come on, guys. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ലഞ്ച് കഴിച്ച് നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോയത്. ഇത് ഏകദേശം നമ്മളെ റിസോർട്ടിൻ്റെ അടുത്തായി തന്നെ വരുന്നൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമ്മൾ നേരെ റിസോർട്ടിലേക്ക് എത്തി. ഇതാണ് നമ്മളെ റിസോർട്ട് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ്. നല്ല വ്യൂ ആണ്, നല്ല ആംബിയൻസ് ആണ്. എല്ലാ ഫ്രെയിംസും നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം നമുക്ക് റൂംസ് കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ വില്ല. ഇതൊരു 3 BHK വില്ലയാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെയും കുറേ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വേറെ കുറേ റൂംസ് കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നത്. അപ്പം നമ്മളെ വില്ല വന്നിട്ട് ഇതാണ്. അതുപോലെ തന്നെ നമ്മളെ കാർ ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളോട്ടേക്ക് കയറിയിട്ട് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വന്നിട്ട് ഇങ്ങനെയാണുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ ഉള്ളോട്ടേക്ക് കയറാണ്. ഇവിടെ ഒരു കിച്ചൺ സ്പേസ് കാര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു എക്സ്ട്രാ ബെഡാണ്. പിന്നെ ഇവിടെ കൗച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇങ്ങനെ എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഫസ്റ്റിലത്തെ റൂമിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഇതാണ് ഫസ്റ്റിലത്തെ റൂം. അപ്പം ഇതിൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇങ്ങനെയാണുള്ളത്. യെസ്, ഇതാണ് ടോയ്ലറ്റ് വന്നിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ടോയ്ലറ്റാണ്. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റിലത്തെ റൂം. ഇവിടെ മിറർ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ബെഡ് വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ബാൽക്കണി ആയിട്ടുള്ള ഒരിതുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു വ്യൂ, ഈ ഒരു പുറത്തേക്കുള്ള ഈ ഒരു ബാൽക്കണി പോലുള്ളത്. അങ്ങനെ 3 റൂമിനും ബാൽക്കണി സെയിം ആണെന്ന് തോന്നുന്നത്. അങ്ങനെ 3 റൂമിനും ബാൽക്കണി ആയിട്ടുണ്ട്. 3 റൂമിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനത്തെ 3 ടേബിളും ചെയർസും ആയിട്ടുണ്ട്. അപ്പം ഇതാണ് സെക്കൻഡ് റൂം. അപ്പം സെക്കൻഡ് റൂമിലേക്ക് നമുക്ക് ഇതിലെല്ലാം എൻ്റർ ചെയ്യാം. അപ്പം സെയിം റൂംസ് എല്ലാം സെയിം ആണ്. 3 റൂമിൻ്റെയും സ്ട്രക്ചേഴ്സ് എല്ലാം സെയിം ആണ്. സെയിം ബെഡ് കാര്യങ്ങൾ, മിറർ, ടോയ്ലറ്റ് എല്ലാം ഏകദേശം സെയിം ആണ്. അപ്പം നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. അടുത്ത റൂമും സെയിം ആണ്. ഇതിൽ നമുക്ക് പുറത്തേക്ക് ഈ ഒരു വ്യൂവിലേക്ക് എൻ്റർ ചെയ്യാം. അതായത് ബാൽക്കണിയിലേക്ക് നമുക്ക് ഇതിൽ പുറത്തേക്ക് ഇറങ്ങാം. അപ്പം ഇങ്ങനെയാണ് 3 റൂംസ് വന്നിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂംസ് തന്നെയാണ്. നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ സെയിം നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതാണ് വ്യൂ. ഈ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇങ്ങനെ ഒരു മല, അതിലിങ്ങനെ കോട മൂടി കിടക്കുന്ന ഒരിത്, നല്ലൊരു മഴയൊക്കെ ഉള്ള ഒരു സമയം തന്നെ അതിനോട് നല്ലൊരു കോടയും നല്ലൊരു തണുപ്പും ചെറിയൊരു കാറ്റും ചാറ്റൽമയും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് പോലൊരു സാധനം തന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് അരിഷ്ടാണ്.
എന്തൊക്കെയോ സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഗുഡ്. കുറച്ച് കയ്പുണ്ട്, എന്നാലും ഓക്കെയാണ്. ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്യാമ്പ് ഫയറിലേക്കാണ്. ആദ്യം ഒരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നല്ലാണ്ട് മഴ ഞങ്ങൾ അധികം ബുദ്ധിമുട്ടിപ്പിച്ചില്ല. ആ ഒരു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള മഴയായിരുന്നു. പിന്നെ നല്ല അടിപൊളി ക്യാമ്പ് ഫയറും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഡാൻസൊക്കെ കളിച്ചു. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു സ്പേസ് ആണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു. വേറെ കുറേ ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ താഴെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഡിന്നർ കഴിച്ച് നേരെ പോയി നല്ലപോലെ കിടന്നുറങ്ങി. രാവിലെ തന്നെ എണീച്ച് നല്ല വ്യൂസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോർണിംഗ് ആയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം വന്നിട്ട് 8 AM to 9:30 AM ആയിരുന്നു. നമ്മൾ വേഗം എണീച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കോംപ്ലിമെൻ്ററി ആണ്. നോർമലി ഉണ്ടാവുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം പൂളിൽ കളിച്ചു. പിന്നെ പ്ലേ ഏരിയയിൽ പോയി എസമോളയും കൊണ്ട് കുറേ നേരം അവിടെ നിന്ന് കളിച്ചു. അങ്ങനെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മളെ ഏകദേശം ചെക്കൗട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ ചെക്കൗട്ട് ടൈം വന്നിട്ട് 11 AM ആയിരുന്നു. അങ്ങനെ പൂളിലൊക്കെ കളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ റെഡിയായി. ഇന്നലെ തൊട്ട് ഞാൻ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ നല്ല നോട്ട് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
ഒരു ടൈപ്പ് ഓഫ് വൈറ്റ് ഫ്ലവർ. നല്ല രസമുണ്ട് കാണാനിതാ. ഇത് ലൈക്ക് ടെന്റ് പോലെ എന്തോ ഒരു കോട്ടേജ് ആണെന്ന് തോന്നുന്നുണ്ട്. യെസ്, അവിടെയൊക്കെ നല്ല കോടയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ല ഫുൾ കോടയാണ്. സൂപ്പറാണ്. ഇവിടെ ഒക്കെ തന്നെ ഇങ്ങനെ ഒരു സ്ലൈഡിങ് ആയിട്ട് നല്ല ഭംഗിയുള്ള ടൈപ്പ് ഓഫ് ട്രീസ് ഉണ്ട്. പിന്നെ അവിടേക്കൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്സ്, വീടുകള് അങ്ങനെ എന്തൊക്കെയോ സോ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിലൊക്കെ പോയി കുറെ നേരം കളിച്ച് നമ്മള് തിരിച്ച് റെഡിയായി പോവാൻ വേണ്ടിട്ട്. അപ്പൊ ചെക്ക് ടൈം വന്നിട്ട് 11 AM ആണ്. നമ്മൾക്ക് ഓൾമോസ്റ്റ് റെഡി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആക്ച്വലി ഇവിടെ പോവാനേ തോന്നില്ല, അത്ര അടിപൊളിയാണ്. നല്ല ഇഷ്ടമായി. നല്ല വ്യൂ, നല്ല വ്യൂ ആണ്. നല്ല ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും എല്ലാം അടിപൊളിയാണ്. ഇനി നമ്മള് ഇവിടെ കുറച്ച് കറങ്ങുമായിരിക്കും. വട്ടവടയില് സ്ട്രോബെറി ഫാം ഒക്കെ വിസിറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ റിസോർട്ട് ചെക്ക് ഔട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ വട്ടവടയിലുള്ള കുറച്ച് പ്ലേസസിലൊക്കെ പോവും. സ്ട്രോബെറി ഫാം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. സോ നമ്മള് ജീപ്പ് എടുത്തിട്ടുണ്ട്. നമ്മള് ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാൻ. അപ്പോൾ നമ്മളെ സ്ട്രോബെറി ഫാമിലെത്തി. ഇതാണ് സ്ട്രോബെറി ഫാം വന്നിട്ട്. നമ്മളിവിടെയുള്ള എസമോക്ക് സ്ട്രോബെറി തന്നെ ഓളെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അപ്പം ഓക്ക് സ്ട്രോബെറി വാങ്ങാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്നതൊക്കെ. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിലെത്തി. അവർ തന്ന സ്ട്രോബെറീസൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ബട്ട് ഇപ്പോൾ സ്ട്രോബെറീൻ്റെ സീസൺ അല്ല. സോ നമുക്ക് കുറേ വാങ്ങിക്കാനുള്ളതൊന്നും കുറേ നല്ലതൊന്നും അല്ല കിട്ടിയത്. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സൂപ്പറാണ്. സൂപ്പർ സീനാണ്. മഴ ആയതുകൊണ്ട് ഒരു ക്ലോസ് ചെയ്ത് വെച്ചാന്നാ പറഞ്ഞത് ഈ ഒരു സ്പേസ് പുള്ളി. പക്ഷെ അടിപൊളിയാണ്. നമുക്കൊരു കഴിക്കാൻ തന്ന ഈ ഒരു സ്ട്രോബെറി ഈസ് ലൈക്ക് ഹെവൻ. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ പോകാൻ പോകുന്നത് ഒരു വാട്ടർഫാൾസിലേക്കാണ്. ഒരു 2 minutes വാക്കാണുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾസിലെത്തും. അങ്ങനെ ഒരു വാട്ടർഫാൾസാണ് നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നേരെ നമ്മളെ നാട്ടിലേക്ക് റിട്ടേൺ ആണ്. അപ്പം ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ നമ്മൾ ഒരു 2 minutes വാക്കുള്ളൂ. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വാട്ടർഫാൾസിന്റെ. സോ നമ്മൾ ഓൾമോസ്റ്റ് എത്തി തോന്നുന്നുണ്ട്.
അപ്പോൾ ഗൈസ് ഇനി നമ്മൾ റിട്ടേൺ ആണ്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അടിമാലി മൂന്നാർ വഴിയാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് മറയൂർ കാന്തല്ലൂർ വഴിയാണ്. സോ ഇത് വേറെ റൂട്ടാണ്. സോ നമ്മൾ കാടൊക്കെ കടന്നിട്ട് വേഗം തന്നെ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ വ്ളോഗ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.